ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്, ഗുഡ് ഫ്രൈഡേ. അതുമായി ബന്ധപ്പെടുത്തി ഏതാനും ചില ആത്മീയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കറിയാം, ദുഃഖ വെള്ളിയാഴ്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒന്നാമത്തെ ആത്മീയ ചിന്ത ഇതാണ്: ലജ്ജയുടെ മരം രക്ഷയുടെ മരമായി മാറി. ലജ്ജയുടെ മരം, അത് ഗലാത്യർ 3-ാം അധ്യായം 13 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മരത്തിൽ തൂക്കപ്പെട്ടവർ ശപിക്കപ്പെട്ടവർ. ഇനി അങ്ങനെ ശാപമായി കണ്ടിരുന്ന ഒരു മരം, അതല്ലെങ്കിൽ കുരിശുമരം, ആ കുരിശുമരത്തിലുള്ള മരണം ശാപമായി കണ്ടിരുന്ന ആ സാഹചര്യത്തിൽ കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ അത് രക്ഷയുടെ മരമായി മാറി. സിംബൽ ഓഫ് സാൽവേഷൻ, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. കുരിശ് രൂപം, സിംബൽ ഓഫ് സാൽവേഷൻ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിച്ചാലും കൃത്യമായിട്ട് സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, സഫറിംഗ് ഈസ് ദി ഓൾട്ടർ ഓഫ് സാൽവേഷൻ. സഹനം എന്ന് പറയുന്നത് രക്ഷയുടെ അൾത്താര, കുരിശ് രൂപം എന്ന് പറയുന്നത് രക്ഷയുടെ ഒരു അടയാളം. ഇതെല്ലാം സാധ്യമായത് എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തു കുരിശു മരണം സ്വീകരിച്ച് നമ്മുടെ ശാപം അകറ്റിയതുകൊണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും 2 കൊരിന്തോസ് 5-ാം അധ്യായം 21-ാമത്തെ വചനം, പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. എന്തിനാ? പാപികളായി നമ്മെ രക്ഷിക്കേണ്ടതിന്. പാപം അറിയാത്തവൻ പാപമായി മാറി. യേശുവിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, എല്ലാ മേഖലയിലും വലിയ സഹനം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ആത്മീയ തലത്തിൽ നമ്മൾ കണ്ടല്ലോ, പാപം അറിയാത്തവൻ പാപമായിട്ട് മാറി. യേശുവിനെ സംബന്ധിച്ചിടത്തോളം കുറെ അടി കൂടുതൽ കിട്ടുന്നതിനേക്കാൾ വേദനാജനകമായ ഒന്നായിരുന്നു പാപമായി മാറുക. നമുക്ക് വേണ്ടി നമ്മെ രക്ഷിക്കേണ്ടതിന് ആ ഒരു കാര്യവും ഏറ്റെടുക്കാൻ അവൻ തയ്യാറായി. മാനസികമായിട്ടുള്ള വ്യഥ അവനെ പരിഹസിക്കുകയും അവന്റെ മുഖത്ത് തുപ്പുകയും, തുപ്പൽ വീണാൽ ശാരീരികമായ വേദനയില്ലെങ്കിലും നമുക്കറിയാം മാനസികമായിട്ടുള്ള വ്യഥ അവന്റെ കണ്ണു മൂടിക്കെട്ടി അവനെ അടിച്ച്, ആരടിച്ചെന്ന് നീ പ്രവചിക്കുക, ഇതെല്ലാം ഒരുപാട് മാനസികമായിട്ടുള്ള സഹനം അനുഭവിച്ച വ്യക്തിയെന്ന് യേശുവിനെ വെളിപ്പെടുത്തുന്ന ശാരീരികമായിട്ടുള്ള സഹനം. അവനേറ്റ ചാട്ടവാറടി, അതുപോലെ തന്നെ അവരവന്റെ കരണത്തടിച്ചു, അവരവന്റെ തലക്കടിച്ചു, ഞാങ്കട കൊണ്ടടിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാ വിധത്തിലും സഹനം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ സഹനത്തിലൂടെ കടന്നു പോകുന്നവരെ മനസ്സിലാക്കാൻ ഏറ്റവും യോഗ്യനായവൻ യേശു ക്രിസ്തുവാണ്. അവന് നമ്മെ മനസ്സിലാക്കാൻ പറ്റും, നമ്മെ സഹായിക്കാനും പറ്റും. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു സന്ദേശം അത് തന്നെയാണ്. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ദുഃഖവെള്ളി എന്ന് പറയുന്നത് കുരിശിന്റെ ദിനമാണ്, ഡേ ഓഫ് ദ ക്രോസ്. നമുക്കറിയാലോ, വിശുദ്ധ ബലിയർപ്പണമില്ലാത്ത ഏക ദിവസം, ഒരു വർഷത്തിൽ ബലിയർപ്പണമില്ലാത്ത ഏക ദിവസം ദുഃഖവെള്ളിയാഴ്ചയാണ്. എന്തുകൊണ്ടാണ്? മറ്റ് ബലികളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാൽവരിമല യാഗത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു ബലി അവിടെ അർപ്പിക്കപ്പെടേണ്ടതില്ല. കുരിശിന് നമ്മൾ നൽകുന്നത്, ഈ ദിവസം നൽകുന്നത് ആരാധനയാണ്. വിശുദ്ധ കുർബാനയിലെ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ഈ ക്രൂശിതനായ കർത്താവിനെ നമ്മൾ കുരിശ് രൂപത്തെ ആരാധിക്കുന്നതിലൂടെ ആ ഒരു ദൈവത്തിന് കൊടുക്കുന്ന ഒരു ആരാധനയാണ്. കുരിശുമരണം നമ്മെ ഓർമ്മിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, നമ്മുടെ പാപത്തിന് ദൈവം കൊടുത്ത വില, ദ കോസ്റ്റ് ഓഫ് അവർ സിൻ. പാപത്തിന് ദൈവം കൊടുക്കേണ്ടി വന്ന വില. 2, നമ്മുടെ രക്ഷ സാധ്യമാകാൻ ദൈവം കൊടുക്കേണ്ടി വന്ന വില, ദ പ്രൈസ് ഓഫ് അവർ റിഡംഷൻ എന്ന് പറയാൻ പറ്റും. പാപത്തിന് ദൈവം കൊടുത്ത വില, അതുപോലെ തന്നെ നമ്മുടെ രക്ഷയ്ക്ക് ദൈവം കൊടുത്ത വില. 3-ാമത്തെ കാര്യമാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, ദ ഡെപ്ത് ഓഫ് ഗോഡ്സ് ലവ്. ഈ 3 കാര്യങ്ങളാണ് ദുഃഖവെള്ളിയിലേക്ക് നോക്കുമ്പോൾ, കുരിശുമരണത്തിൽ കർത്താവ് തന്റെ ജീവൻ ബലി കഴിച്ചതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. മദർ തെരേസ അതുകൊണ്ടാണ് അവർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കണം. 1, കാൽവരി മലയിലേക്ക് നോക്ക്. അന്ന് യേശുവിന് നമ്മോടുണ്ടായിരുന്ന സ്നേഹം, ദൈവത്തിന് നമ്മോടുണ്ടായിരുന്ന സ്നേഹം കാൽവരി മലയിലെ കുരിശുമരണത്തിൽ കാണാൻ പറ്റും. 2-ാമത്തേത്, വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക. അൾത്താരയിൽ നടക്കുന്ന ബലിയർപ്പണം, അവിടേക്ക് നോക്കുമ്പോൾ ആ ദൈവത്തിന് ഇന്ന് നമ്മോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്നത്തെ സ്നേഹം കാൽവരി മലയാഗത്തിൽ, ഇന്നത്തെ സ്നേഹം അത് വിശുദ്ധ ബലിയർപ്പണത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്ന്. ദുഃഖവെള്ളിയാഴ്ചയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത്, ദൈവം നമ്മോട് കാണിച്ച അഗാപ്പേ സ്നേഹം. അഗാപ്പേ സ്നേഹം ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, ലവ് ഇൻ ആക്ഷൻ. സ്നേഹം പ്രവൃത്തിയിലും സത്യത്തിലും ദൈവം എടുത്തു കാണിച്ചതാണ് കാൽവരി മലയിലെ കുരിശുമരണം. നമുക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ വാക്കുകളിൽ ഒതുങ്ങിപ്പോകുന്ന സ്നേഹവുമായിട്ട് നമുക്ക് കറങ്ങി നടക്കാം. ഇതങ്ങനെയല്ല. അഗാപ്പേ സ്നേഹം, ഇതിനേക്കാൾ വലിയൊരു സ്നേഹം ഇല്ല എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിതാവ് കാണിച്ച സ്നേഹം, യോഹന്നാൻ 3:16, തന്റെ ഏകജാതനെ നൽകിയ സ്നേഹം. റോമാലേഖനം 5-ാം അധ്യായം 7-8 വചനങ്ങൾ വായിക്കുമ്പോൾ യേശു നൽകിയ സ്നേഹം,
എടുത്തു കാണിച്ച സ്നേഹം, ജീവൻ പോലും നൽകുന്ന സ്നേഹം, ഇതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല എന്നുള്ളത് കർത്താവിന്റെ വചനം കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ദുഃഖവെള്ളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓശാന ഞായർ ആഘോഷിച്ചു. ഓശാന ഞായർ അതൊരു ആഘോഷമായിരുന്നു, ആഹ്ലാദ തിമിർപ്പ് അവിടെ കാണാൻ പറ്റും. പക്ഷെ ഇന്ന് നമ്മൾ കാണുക നിശബ്ദത, മൂകത. കാരണം ഇവിടെ നമ്മൾ കാണുക കർത്താവിന്റെ കുരിശുമരണം. അന്ന് ഓശാന പാടിയവർ ഇന്ന് വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ശരിക്കും ഓശാന, ഈ പാംസ്, അതായത് കുരുത്തോല, അത് എന്തിന്റെ സൂചനയാണ്? അത് ഒരു മഹത്വത്തിന്റെ സൂചനയായിട്ട് നമുക്ക് കാണാൻ പറ്റും, എ സൈൻ ഓഫ് ഗ്ലോറി. പക്ഷെ നമ്മൾ കാണുകയാണ് അത് എന്തിലൂടെയാണ് സാധ്യമായത്? ദുഃഖവെള്ളിയുടെ കുരിശുമരണത്തിലൂടെ. സഹനമില്ലാതെ മഹത്വമില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്, പറഞ്ഞു നടക്കാറുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറാകണം. മനുഷ്യരും ദൈവം തമ്മിലുള്ള വലിയൊരു വ്യത്യാസം ഇവിടെ കാണാൻ പറ്റും. അന്ന് ഓശാന പാടിയവർ ഇന്ന് വിളിച്ചു പറയാണ്, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. മനുഷ്യന്റെ ഇരട്ടത്താപ്പ്. പക്ഷേ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നു ദൈവത്തിന് ഒരേ സ്റ്റാൻഡ്. യേശു ജെറൂസലേമിലേക്ക് പോകരുത് എന്ന് ശാഠ്യം പിടിച്ചൊരു വ്യക്തിയാണ് പത്രോസ്. അവനോട് സാത്താനെ നീ പുറകോട്ട് പോവുക, ഞാൻ ജെറൂസലേമിലേക്ക് പോകണം എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. കാരണം ജെറൂസലേം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് ഏറ്റുപറഞ്ഞ യേശുവിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ യേശുവിനെ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിച്ച വ്യക്തികൾ, അതിലൊരാളായിട്ട് പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, പൗലോസിനെ പറയാണ്, എനിക്ക് പരിശുദ്ധാത്മാവിലൂടെ ഒരു വെളിപ്പെടുത്തലുണ്ടായി, ഞാൻ മരിക്കാൻ പോവാണ്, അവരെന്നെ പീഡിപ്പിക്കും, ജയിലിലടയ്ക്കും, പക്ഷെ അതൊന്നും കണ്ടിട്ട് ഞാൻ തിരിച്ചോടത്തില്ല, ഞാൻ മുമ്പോട്ട് തന്നെ യാത്ര ചെയ്യും. ഇരട്ടത്താപ്പില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിട്ട് പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും. കാരണം ക്രൂശിതനായ കർത്താവിനെ അതുപോലെ അനുഭവിച്ച് അറിഞ്ഞതുകൊണ്ട്. നമ്മൾ കാണുന്നുണ്ട് ദുഃഖവെള്ളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം സ്നേഹമാണ് എന്ന് കൃത്യമായിട്ട് കർത്താവ് വെളിപ്പെടുത്തി. നമ്മുടെ സ്നേഹം പോലെ മാഞ്ഞു പോകുന്ന ഒരു സ്നേഹമല്ല, നിലനിൽക്കുന്ന അഗാപ്പെ സ്നേഹം, വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു സ്നേഹമല്ല, ലവ് ഇൻ ആക്ഷൻ. അതാണ് കാൽവരി മലയിലെ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുക. രണ്ടാമതൊരു കാര്യം, ദൈവം കാരുണ്യമാണ്, കരുണാർദ്ര സ്നേഹമാണ് ദൈവം ലോകത്തോട് കാണിച്ചത്. പാപികളായി നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, നമ്മെ രക്ഷിക്കാൻ വേണ്ടി കർത്താവിന്റെ കാരുണ്യം അതിന്റെ തികവിൽ ഇവിടെ പ്രകടമാകുന്നത് കാണാൻ പറ്റും. ഇരുന്ന് ചിന്തിച്ചാൽ നമ്മൾ ചിന്തിച്ചു പോകും, യേശു എന്ന് പറയുന്നത് കരുണയ്ക്ക് കയ്യും കാലും വെച്ച വ്യക്തിയാണോ? അത്രമാത്രം കാരുണ്യം കാണിച്ച ഒരു വ്യക്തിയാണ് യേശു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുകയാണ്, ക്രൂശിതനായ കർത്താവ് നാട്ടിയ 3 നെടുന്തൂണുകളുണ്ട്. അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റണം. ഒന്ന്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. യോഹന്നാൻ 15:12 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതാണ്. രണ്ടാമത്തേത്, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിക്കുക. ലൂക്ക 23:34 വായിച്ചാൽ അവിടെ ഹൃദയപൂർവ്വം തന്റെ ശത്രുക്കളോട് പോലും ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. മൂന്നാമത്തേതാണ്, ഞാൻ നിങ്ങളോട് കരുണ കാട്ടിയതുപോലെ നിങ്ങളും പരസ്പരം കരുണ കാണിക്കുക. മത്തായി 18:33-35 വായിച്ചു കഴിഞ്ഞാൽ ഈ സന്ദേശങ്ങൾ അവിടെ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കിനി അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, കുരിശ് 2 തരം, നമുക്ക് ചിന്തിക്കാവുന്ന 2 തരം കുരിശുണ്ട്. ഒന്ന് നമ്മൾ ധരിക്കുന്ന കുരിശ് അല്ലെങ്കിൽ വഹിക്കുന്ന കുരിശ്. ഒത്തിരി പേര് കുരിശ് രൂപമൊക്കെ ധരിച്ച് ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുരിശ് രൂപം എടുക്കുന്നതും അതെടുത്ത് പ്രാർത്ഥന നടത്തുന്നതും ഒക്കെ വഹിക്കുന്ന കുരിശ്. രണ്ടാമത്തേതാണ് സഹിക്കുന്ന കുരിശ്. ചിലപ്പോൾ ചിലരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളായിരിക്കാം, നമ്മുടേതായിട്ടുള്ള രോഗാവസ്ഥകളായിരിക്കാം, അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടായിരിക്കാം. ഇവിടെ അത് പരാതി കൂടാതെ സഹിക്കുമ്പോൾ കർത്താവിന്റെ പീഡാസഹനത്തിൽ പങ്കുചേരുന്നു. അത് നമ്മെ ഉത്ഥാനത്തിന്, മഹത്വത്തിന് യോഗ്യരാക്കുകയും ചെയ്യുന്നു. ക്രിസ്ത്യാനികളായി മാറണമെങ്കിൽ 2 കാര്യങ്ങൾ വളരെ ആവശ്യമാണ്. ഒന്ന്, മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുക. 2, മറ്റുള്ളവരുടെ കുറവുകൾ സഹിക്കുക. ആത്മീയ പക്വത പ്രാപിച്ചവർക്കാണ്, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ദൃഢനിശ്ചയമുള്ളവർക്കാണ് ഇതെല്ലാം സാധ്യമാവുക. ആ ഒരു ബോധ്യത്തോടെ ഈ ദുഃഖവെള്ളിയുടെ എല്ലാ കൃപയും അനുഗ്രഹവും രക്ഷയുടെ അനുഭവവും നമുക്ക് ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ കുരിശിന്റെ ആശീർവാദമാണ്, ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദമല്ല, കുരിശിന്റെ ആശീർവാദമാണ് സ്വീകരിക്കുന്നത്. നമുക്ക് ശിരസ് നമിക്കാം. ക്രൂശിതനായ കർത്താവിന്റെ തിരുഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളും അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുത്തെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ക്രൂശിതൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഭവനത്തിനും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.